ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ദിന്യാസ് ക്ലാസ്സസ്. നമ്മളിപ്പോൾ 8ാം ക്ലാസ്സിലെ ലെസൺ 3 പോളിഗൺസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എക്സസൈസ് കഴിഞ്ഞു. നമ്മുടെ സെക്കൻഡ് എക്സസൈസ് ആണ്, അതായത് പേജ് നമ്പർ 51 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനേക്കാളും മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിക്കാനുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത് ഫോർമുല പഠിച്ചു. എന്താണ്? n-2 × 180 എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സൈഡ്സ് അല്ല. ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റീരിയർ ആംഗിളിനെ പറ്റിയിട്ടാണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ് സൈഡഡ് ഫിഗർ, ഒരു പോളിഗൺ, അതായത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒരു സൈഡ് പോകാമെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പോളിഗന് ABC എന്ന് കൊടുത്തു, ഇവിടെ നമ്മൾ D എന്നും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ പോളിഗന്റെ പുറത്ത് കിടക്കുന്നത്, ഇതിനെയാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ, ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് പുറത്ത് കിടക്കുന്ന ആംഗിൾ. ഈ ആംഗിൾസിനെയൊക്കെ നമ്മൾ എന്ത് പറയും? അതായത് പോളിഗന്റെ ഉള്ളിൽ കിടക്കുന്ന ആംഗിളുകളാണ്. അപ്പോൾ എന്താണ്? അതിനെ നമ്മൾ ഇന്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി ഇന്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളതാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന കാര്യമൊന്നുമല്ല, നമ്മൾ സാധാരണ ട്രയാംഗിൾസ് പഠിക്കാനുള്ള കാര്യമാണ്. ഇവിടെ എന്താണ് ഇവർ തമ്മിൽ എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ? ഇത് ലീനിയർ പെയർ ആണ്. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയണ്ട, ഇന്നർ ആംഗിൾ പ്ലസ് ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? ഈക്വൽ ടു, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും കിട്ടുക. അതിൻ്റെ റീസൺ എന്താണ്? ലീനിയർ പെയർ. ഓക്കെ, ലീനിയർ പെയർ. ഇത് മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി ഒരു പോളിഗന് എത്ര എക്സ്റ്റീരിയർ ആംഗിൾ വരെ വരാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിതിപ്പോൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത പോലെ എനിക്ക് ഇതുപോലെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വരയുടെ ഇപ്പുറത്തും ഇതും ഒരു എക്സ്റ്റീരിയർ ആംഗിളാണ് അല്ലേ? പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു 50 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ലീനിയർ പെയർ രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ഇവിടെ 130 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ലൈനും വേറൊരു ലൈനും കൂടി കൂട്ടും. ഇവിടെയും എത്രയായിരിക്കും? ഇവിടെ 50 ആണെങ്കിൽ ഇവിടെയും 130 ആയിരിക്കും. അതായത് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആണ്. അപ്പം നമ്മൾ അതിനെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ് നമ്മൾ പറയുള്ളൂ. ക്ലിയർ ആയല്ലോ പറയുന്നത്? ഇനി ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ ഇങ്ങോട്ട് ചെയ്തുവിടാം. അപ്പം ഇവിടെയും ഒരു എക്സ്റ്റീരിയർ ആംഗിൾ വരും. ഓക്കെ, ഇനി ഇത് ഇങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും ഒരു എക്സ്റ്റീരിയർ ആംഗിൾ വരും. ഓക്കെ, അപ്പം നമുക്കറിയാം ഇപ്പം എത്രയാണോ സൈഡ്സ് ഉള്ളത് അത്രയും എക്സ്റ്റീരിയർ ആംഗിൾസ് ആണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ കാര്യം എടുത്തൊന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സ്ക്വയർ. എത്ര എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടാവും? ഇങ്ങോട്ട് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, ഇവിടെ ഒരു എക്സ്റ്റീരിയർ. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇവിടെ ഒരു എക്സ്റ്റീരിയർ. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇവിടെ ഒരു എക്സ്റ്റീരിയർ. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇവിടെ ഒരു എക്സ്റ്റീരിയർ. ഓക്കെ, അപ്പോൾ എത്ര ഇന്നർ ആംഗിൾസ് ആണുള്ളത് അത്രയ്ക്കും എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എത്രയാണോ സൈഡ്സ് ഉള്ളത് അത്രയും എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അതൊന്നും മനസ്സിലാക്കി വെക്കുക. അത് നമുക്കിങ്ങനെ കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എത്രയാണോ ഇന്നർ ആംഗിൾസ് അല്ലെങ്കിൽ എത്രയാണോ ഇന്നർ ആംഗിൾസ് എന്ന് എങ്ങനെയാ പറയാ? എത്രയാണോ സൈഡ്സ് ഉള്ളത് അത്രയും ആംഗിൾസ് ഉണ്ടായിരിക്കും അല്ലേ? അതേപോലെ തന്നെ എത്രയാണോ ആംഗിൾസ് ഇന്നർ ആംഗിൾസ് ഉള്ളത് അത്രയും തന്നെ ഔട്ടർ ആംഗിൾസും ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അത് 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയാണോ സൈഡ്സ് ഉള്ളത് അത്രയും എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി നമുക്ക്, അത് അടുത്ത എക്സസൈസിലേ വരുന്നുള്ളൂ, അതാണ് നമുക്ക് ഈ എക്സ്റ്റീരിയർ ആംഗിളിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് പഠിക്കാം. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് അത് ഏത് പോളിഗണും ആയിക്കോട്ടെ. ഓക്കെ, ഏത് പോളിഗൺ എന്ന് പറഞ്ഞാൽ അത് 3 സൈഡുള്ള പോളിഗൺ ആയിക്കോട്ടെ, 4 സൈഡുള്ളതായിക്കോട്ടെ, 5 സൈഡുള്ളതായിക്കോട്ടെ, 6, whatever it is. സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെക്കണം. നമ്മൾ സം ഓഫ് ദി ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആംഗിൾസ് എന്ന് പറഞ്ഞത് അത് ഇന്നർ ആംഗിൾസ് തന്നെയാണ്. അത് നമ്മൾ ഓരോന്നും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമുക്ക് ആ ഫോർമുലയുണ്ട് n-2 × 180 എന്നുള്ളത്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് അത് എത്ര സൈഡിൻ്റെ ആയിക്കോട്ടെ അത് 360 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിളും ഇതായിരിക്കും. സം ഓഫ് ദി എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ആയിരിക്കും. സം ഓഫ് ദി ആംഗിൾസ് അല്ലെങ്കിൽ ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഓഫ് എ പോളിഗൺ എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ആയിരിക്കും. അത് ക്ലിയർ ആയല്ലോ. പിന്നെ എത്ര എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടായിരിക്കും? എത്ര സൈഡ്സ് ആണുള്ളത് അത്രയും എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അപ്പം ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് വെച്ചിട്ട് നമുക്ക് ഈ എക്സസൈസ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് നോക്കാം, എങ്ങനെ ചെയ്യാൻ നോക്കാം. ആകെ കൂടി 5 പ്രോബ്ലം ഉള്ളൂ ചെയ്യാനായിട്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 2 angles of a triangle are 40 degree and 60 degree. Calculate all its outer angles എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 angles തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ ഡ്രോ ചെയ്തു. അതിൻ്റെ ആംഗിൾസ് എത്രയെന്നാണ് ട്രയാങ്കിൾ പേരും കൊടുത്തു കേട്ടോ. ABC എന്ന് കൊടുത്തു. ഇതിൻ്റെ ആംഗിൾസ് എന്ന് പറയുന്നത് 40 ഡിഗ്രി 60 ഡിഗ്രി ആണെന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളടത്ത് കൊടുക്കാം 40 ഡിഗ്രി 60 ഡിഗ്രി. ഞാനിവിടെ 40 കൊടുത്തു, ഇവിടെ 60യും കൊടുത്തു. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. കാൽക്കുലേറ്റ് ഓൾ ദി ഔട്ടർ ആംഗിൾസ്. എല്ലാ ഔട്ടർ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഔട്ടർ ആംഗിൾസ്, ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡുകളാണുള്ളത്. അപ്പോൾ അതിന് എത്ര ഔട്ടർ ആംഗിൾ, എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും? 3 ഔട്ടർ ആംഗിൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ഇങ്ങനെ വരയ്ക്കണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെയും വരയ്ക്കാം കേട്ടോ. എന്തായാലും സെയിം ആയിരിക്കും. നമ്മൾ ഒരേ പാറ്റേണിലൊന്ന് പോവാം. അപ്പം ഇങ്ങനെ ഒരു വര ഇതാക്കി, ഇവിടെ ഇങ്ങനെയും ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടാക്കി, ഇവിടെ ഇങ്ങനെയും ഒരു ഔട്ടർ ആംഗിൾ ഉണ്ടാക്കി. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിനൊക്കെ പേര് കൊടുക്കാം. ABC ആണ് കിട്ടിയിരിക്കുന്നത്. DEF എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ടർ ആംഗിളിൻ്റെ പേരും കൊടുക്കാം. അപ്പോൾ പേരും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോരോ ഔട്ടർ ആംഗിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അപ്പം ഇവിടെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? അതായത് ഇതും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. കാരണം എന്തുകൊണ്ടാണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കല്ലേ ആംഗിൾ. ഏത് ആംഗിളാണ്? ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് FBC. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ ABC എന്ന് പറയുന്നത് ഈ ആംഗിൾ പ്ലസ് ആംഗിൾ FBC ഈക്വൽ ടു എത്രയാണ്? 180. FBC ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എഴുതാ, ലീനിയർ പെയർ. ഓക്കെ, ഇനി അതിന് വാല്യൂസ് കൊടുത്താൽ പോരെ. ABC എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി പ്ലസ് ആംഗിൾ FBC ഈക്വൽ ടു 180 ഡിഗ്രി. Therefore angle FBC equal to ഈ 180 ഈ 40നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ -40 ആവും. 180 - 40 എന്ന് പറയുന്നത് 140 ഡിഗ്രിയാണ്. കിട്ടിയില്ല ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എത്ര കിട്ടി? 140 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ഇനി ഇവിടെയും കണ്ടുപിടിക്കാമല്ലോ. ഈ ആംഗിൾ കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ BAC, അതായത് ഈ ആംഗിൾ BAC പ്ലസ് ആംഗിൾ ഈ ആംഗിൾ BAE, അതായത് ഈ ആംഗിൾ കേട്ടോ, BAE ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി. റീസൺ എന്താണ്? ലീനിയർ പെയർ ആണ്. ഓക്കെ, ലീനിയർ പെയർ. വാല്യൂസ് കൊടുക്കാം. BAC എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി പ്ലസ് ആംഗിൾ BAE ഈക്വൽ ടു 180 ഡിഗ്രി. Therefore angle BAE equal to ഈ 60നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അപ്പോൾ 180 - 60. 180 - 60 എത്രയാണ്? 120 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ആംഗിളും കിട്ടി. 120 ഡിഗ്രിയാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഇതാണ് കിട്ടേണ്ടത് അല്ലേ. ഇവിടെയാണെങ്കിൽ ഇന്നർ ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. എങ്ങനെയാണ് നമുക്ക് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഇവിടെ 40 ആണ്, ഇവിടെ 60 ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 180ൽ നിന്ന് 40യും 60യും മൈനസ് ചെയ്താൽ മതിയല്ലോ. ആദ്യം തന്നെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം, എന്നിട്ട് നമുക്ക് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ ആംഗിൾ ABC പ്ലസ് ആംഗിൾ
BCA plus angle CAB equal to 180 degree. അത് റീസൺ എഴുതണം. എന്താ എഴുതേണ്ടത്? സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. ഇനി എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി. ബി സി എ നമുക്ക് കിട്ടിയിട്ടില്ല. ബി സി എ കണ്ടുപിടിക്കാനുണ്ട്. ബി സി എ പ്ലസ് സി എ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്, ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി സി എ ഈക്വൽ ടു 180യിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്താണ് മൈനസ് ചെയ്യുന്നത്? 40 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 40, 60 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -60 ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി എ സി നമുക്ക് എത്ര കിട്ടി? 80 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ഇത് ഔട്ടർ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ലീനിയർ പെയർ അല്ലേ, സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തൂടെ? എങ്ങനെ ചെയ്യാൻ പറ്റും? ആംഗിൾ ബി സി എ പ്ലസ് ആംഗിൾ എ അല്ലെങ്കിൽ ഡി സി എ ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി. എന്താണ് നമുക്ക്? ലീനിയർ പെയർ. ഓക്കെ, ലീനിയർ പെയർ. എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ ബി സി എ എന്ന് പറയുന്നത് എത്രയാണ്? 80 ഡിഗ്രി പ്ലസ് ആംഗിൾ ഡി സി എ ഈക്വൽ ടു 180 ഡിഗ്രി. Therefore, ആംഗിൾ ഡി സി എ ഈക്വൽ ടു 80നെ ഇങ്ങോട്ടേക്ക് കൊണ്ട് 180 മൈനസ് 80 ഈക്വൽ ടു 100 ഡിഗ്രി. നമുക്ക് എന്ത് കിട്ടി? 100 ഡിഗ്രി. എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അതിൻ്റെ ആ ഒരു 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 ട്രിക്ക് അറിഞ്ഞാൽ പോരെ അല്ലേ? ട്രിക്ക് അറിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അപ്പം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രോബ്ലം. ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഉണ്ടെങ്കിലും ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രയാണ് ആൻസർ എന്നുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്തുള്ള 3 ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെയാണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കുള്ളത്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കല്ലേ നമുക്ക്. കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഇൻ ദി ഫിഗർ ബിലോ. ഫിഗറിലുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്കത് നോക്കാം. ആദ്യം തന്നെ ഫിഗർ ഒന്ന് ഡ്രോ ചെയ്യാം അല്ലേ. ഇങ്ങനെ പോയിട്ടുണ്ട്, ഇതിന് ഔട്ടർ പോയിട്ടുണ്ട്, ഇങ്ങനെ പോവാം, ഇങ്ങനെയും പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഫിഗർ വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാണ്? ഇവിടെ 35 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 105 ഡിഗ്രി തന്നിട്ടുണ്ട്, അവിടെ ഒന്നും തന്നിട്ടില്ല. ഇതിങ്ങനെയല്ല, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ല? അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാനുണ്ട്, അതുപോലെ തന്നെ ഔട്ടർ ആംഗിളും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെയാണ്. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനൊന്ന് പേര് കൊടുക്കാം. എ ബി സി എന്ന് പേര് കൊടുക്കാം. പിന്നെ ഔട്ടർ ആംഗിളിന് ഡി ഇ എഫ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി ഈസി ആവുക ചെയ്യാനായിട്ട്. ഓക്കെ, എങ്ങനെയാണ് ഇതിൻ്റെ ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ഇത് ലീനിയർ പെയർ ആണ്. ഞാനപ്പോൾ അധികം ലൈൻസ് എഴുതുന്നില്ല, കഴിഞ്ഞ പ്രോബ്ലത്തിൻ്റെ അതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല കേട്ടോ. എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ എഫ് ബി സി ഈക്വൽ ടു എങ്ങനെയാണ്? ഇത് ഈ ലീനിയർ പെയർ ആണല്ലോ, 180. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടും. 180 മൈനസ് എത്രയാണ്? 35 ഡിഗ്രി അല്ലേ? 180 മൈനസ് 35. നിങ്ങൾ എഴുതുമ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ സ്റ്റെപ്പ് എഴുതണം. ലീനിയർ പെയർ എന്നുള്ള റീസൺ ശരിക്കും എഴുതണം, എന്നാലാണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. സ്റ്റെപ്പ് എഴുതി ചെയ്താലാണ് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ 180 ഈക്വൽ ടു എത്ര കിട്ടി? 30 മൈനസ് ചെയ്യുമ്പോൾ 150, 145 കിട്ടി. ഓക്കെ, 145 ഡിഗ്രി കിട്ടിയല്ലോ. ഇനി അടുത്തത് എങ്ങനെ? ഇവിടുത്തെ കാണാം അല്ലേ. അപ്പം ഇത് രണ്ടും കൂടിയായ ലീനിയർ പെയർ ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ബി സി എ ആണ് കിട്ടുന്നത്. ആംഗിൾ ബി സി എ ഈക്വൽ ടു ലീനിയർ പെയർ ആണല്ലോ, 180 ഡിഗ്രി മൈനസ് 105 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ലീനിയർ പെയർ ആണ്. അപ്പം എത്ര കിട്ടും നമുക്ക്?
75 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 75 ഡിഗ്രി കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് നമുക്ക് കാണേണ്ടത്? ഇവിടെ രണ്ട് ആംഗിളും ഇല്ല, ഇന്നർ ആംഗിളും ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ ഔട്ടർ ആംഗിളും ഇല്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കുക? ഈ രണ്ട് ആംഗിൾ ഉണ്ട്, പിന്നെ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഒരു ട്രയാംഗിളിന്റെ എല്ലാ ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. ആംഗിൾ CAB ഈക്വൽ ടു അത് തന്നെ 180 ഡിഗ്രി സം ഓഫ് ദി ആംഗിൾസ്. അതിൽ നിന്ന് ഏതൊക്കെ ആംഗിൾ മൈനസ് ചെയ്യണം? 75 ഡിഗ്രി മൈനസ് ചെയ്യണം, അതുപോലെ തന്നെ 35 ഡിഗ്രിയും മൈനസ് ചെയ്യണം. 75 പ്ലസ് 30 എന്ന് പറയുന്നത് 35 എന്ന് പറയുന്നത് 110 ആണ്. 110ൽ നിന്ന് 180 എന്ന് പറയുന്നത് 70 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ നമുക്ക് 70 ഡിഗ്രി കിട്ടി. എളുപ്പമല്ല? ഇനി അപ്പുറത്തെ കണ്ടുപിടിക്കാനായിട്ട് ലീനിയർ പെയർ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ BAE ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ലീനിയർ പെയർ. 180 മൈനസ് 70 എന്ന് പറയുന്നത് 110 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം അല്ലേ? വളരെ ഈസിയാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രോബ്ലവും. ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റെപ്പ് എഴുതി ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി തേർഡ് പ്രോബ്ലം എടുക്കാം. തേർഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ അല്ല, അത് പിന്നെ കോർഡിനേറ്റർ ആണെന്ന് തോന്നുന്നു, 4 സൈഡഡ് ഫിഗർ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം, വേഗം നോക്കാം. തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ട് ഓൾ ഔട്ടർ ആംഗിൾസ് ഓഫ് ദ കോർഡിലേറ്ററൽ ഷോൺ ബിലോ. എല്ലാ ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഔട്ടർ ആംഗിൾ എങ്ങനെയാണെന്ന് നോക്കാം, എങ്ങനെയാണത് വരയ്ക്കാമെന്ന് നോക്കാം. ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കോർഡിലേറ്ററൽ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചു, പിന്നെ ഇങ്ങോട്ടേക്ക് പോയി, പിന്നെ ഇങ്ങോട്ടേക്ക് പോയി, പിന്നെ ഇങ്ങോട്ട് പോയി. ഇങ്ങനെയാണ് ഒരു ഇത് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? 60 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് ഓൾ ഔട്ടർ ആംഗിൾസ്. എല്ലാ ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഔട്ടർ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ലീനിയർ പെയർ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. നമുക്ക് ഓരോന്നിന്റെയും ഔട്ടർ ആംഗിൾ തന്നെ ഇതിനൊക്കെ ഒന്നൊരു പേര് കൊടുക്കാം അല്ലെ? ABCD അങ്ങനെ നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിന്റെയും ഔട്ടർ ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ ഔട്ടർ ആംഗിൾ ഇത് കണ്ടുപിടിക്കല്ലേ? സെയിം തന്നെ ലീനിയർ പെയർ വെച്ചിട്ട് തന്നെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ്? അല്ല, ഇനി ഇതിന് ഈ ABCD കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനും പേര് കൊടുക്കാം, ഔട്ടർ ആംഗിളിനും. EFGH എന്ന് പേര് കൊടുക്കാം. ഓക്കെ, H എന്നും പേര് കൊടുക്കാം. അപ്പൊ എളുപ്പമാണത്, നമുക്ക് കൺവേ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി, കാരണം ലീനിയർ പെയർ ആണ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ ഏതാണ് ഈ ആംഗിൾ വരുന്നത്? DAF ഈക്വൽ ടു ലീനിയർ പെയർ ആണല്ലോ. ലീനിയർ പെയർ എന്ന് പറഞ്ഞാൽ 180 ആണ് അല്ലെ? 180 മൈനസ് 130. എന്താണ് റീസൺ വരുന്നത്? ലീനിയർ പെയർ. ഓക്കെ, ലീനിയർ പെയർ ഈക്വൽ ടു 180 മൈനസ് 130 എന്ന് പറയുന്നത് 50 ഡിഗ്രി. ആദ്യത്തെ കിട്ടിയല്ലോ, എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? അതേപോലെ തന്നെ ഇനി ഇവിടത്തെയും കണ്ടുപിടിച്ചൂടെ? ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ പറയാൻ പറ്റും? ആംഗിൾ CDE ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ലീനിയർ പെയറിന്റെ കേട്ടാ, മൈനസ് ഇവിടുത്തെ 70 ഡിഗ്രി. കാരണം എന്തുകൊണ്ടാണ്? ഈ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീനിയർ പെയർ ആണ്, 180 കിട്ടണം. റീസൺ എന്താണ്? ലീനിയർ പെയർ. ഓക്കെ, ഈക്വൽ ടു 180 മൈനസ് 70 ഈക്വൽ ടു 110 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ കണ്ടുപിടിക്കാം. ഇവിടെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആംഗിൾ BCH ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. അതിൻ്റെയും റീസൺ എന്താണ്? ലീനിയർ പെയർ ഈക്വൽ ടു എത്രയാണ്? 180 മൈനസ് 60 എന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടത്തെയും കിട്ടി കഴിഞ്ഞു, ഇവിടെയും കിട്ടി കഴിഞ്ഞു.
ഇനി നമുക്ക് അറിയേണ്ടത് ഈ രണ്ട് ആംഗിളുകളാണ് അല്ലേ. ഇതിലാണെങ്കിൽ ഇന്നർ ആംഗിളും തന്നിട്ടില്ല, നമുക്ക് ഔട്ടർ ആംഗിളും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ സൈഡ്സും കൂടി സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എത്രയാണ്? 360 ഡിഗ്രി അല്ലേ. സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയാണ്? 180 ഡിഗ്രി. അതേപോലെ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനിയിപ്പോൾ 360 ഡിഗ്രി നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കും, നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ ചെയ്യാൻ പറ്റും? സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുക? ആ ഫോർമുല അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററിന് എഴുതണ്ട, അല്ലെങ്കിൽ പോളിഗൺ, ഏത് പോളിഗണും ആയിക്കോട്ടെ. എന്താണ് ഫോർമുല? n-2 ഇൻറ്റു 180 എന്നാണ് നമ്മുടെ ഫോർമുല വന്നിരിക്കുന്നത്. n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സൈഡ്സ് ആണ്. 1, 2, 3 and 4 4 സൈഡ്സ് ആണുള്ളത്. 4 - 2 ഇൻറ്റു 180. 4 - 2 എന്ന് പറയുന്നത് 2 ആണ്. 2 ഇൻറ്റു 180 ഡിഗ്രി ഈക്വൽ ടു 360 ഡിഗ്രി ആണ് അതിൻ്റെ ഇത് വരുന്നത്. ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാം അല്ലേ. ട്രയാങ്കിളും ക്വാഡ്രിലാറ്ററും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് പിടിക്കണം? ആംഗിൾ ഈ ബിയുടെ ഇത് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ABC ഈക്വൽ ടു ടോട്ടൽ എത്ര വേണം? 360 ഡിഗ്രി വേണം. അതിൽ നിന്ന് ഏതൊക്കെ മൈനസ് ചെയ്യണം? 130 ഡിഗ്രി മൈനസ് ചെയ്യണം, 70 ഡിഗ്രി മൈനസ് ചെയ്യണം, അതുപോലെ തന്നെ 60 ഡിഗ്രിയും മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 260. അതായത് 100 ഡിഗ്രിയാണ് എന്ത്? ആംഗിൾ ABC. ഇവിടെ ബി ആണ് കേട്ടോ. ആംഗിൾ ABC എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 100 ഡിഗ്രി നമുക്ക് കിട്ടും. 100 ഡിഗ്രി കിട്ടി കഴിഞ്ഞാൽ ഇവിടെ സുഖമല്ല കണ്ടുപിടിക്കാനായിട്ട്. ആംഗിൾ therefore ആംഗിൾ GBA ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. എന്താണ് നമ്മുടെ റീസൺ എന്ന് പറയുന്നത്? ലീനിയർ പെയർ. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു 80 ഡിഗ്രി. കണ്ടോ, ഇവിടെ നമുക്ക് 80 ഡിഗ്രി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും, അതായത് 4 ഔട്ടർ ആംഗിളും ഒരു ഇന്നർ ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചു. എപ്പോഴും ആലോചിക്കുക, എത്ര സൈഡുകളാണോ ഉള്ളത് ഒരു പോളിഗന്, അത്രയും ഔട്ടർ ആംഗിളും ഉണ്ടായിരിക്കും, ഇന്നർ ആംഗിളും ഉണ്ടായിരിക്കും. ഓക്കെ, അതും നമുക്ക് ഒന്ന് ഓർത്ത് വെക്കണം. അത് ഇങ്ങനെ കാണാണ്ട് പഠിക്കേണ്ടതല്ല, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ തേർഡ് പ്രോബ്ലം കഴിഞ്ഞു. നമുക്കിപ്പോൾ ഫോർത്ത് പ്രോബ്ലം നോക്കാം. ഫോർത്ത് പ്രോബ്ലം നമുക്ക് ഇതുപോലെ തന്നെയാണ്. ഇന്നർ ആംഗിളും അതുപോലെ തന്നെ ഔട്ടർ ആംഗിളും കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൽ 2-3 ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഓരോ ഇതും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇത് തന്നെയാണ്, റിപ്പീറ്റേഷൻ തന്നെയാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇവിടെ 70 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 145 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. 145 ഡിഗ്രി. പെട്ടെന്ന് ചെയ്തിട്ട് പോവാം. നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ 70 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പേര് കൊടുക്കാം, ABC എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നോരോന്നോ. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി ആണ്, ABC, DEF ഔട്ടർ ആംഗിളിനും പേര് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ CAE ഈക്വൽ ടു എത്രയാണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി. 180 മൈനസ് 70 ഡിഗ്രി ഈക്വൽ ടു 110 ഡിഗ്രി. എന്താ റീസൺ എന്നറിയാലോ, നമ്മൾ ലാസ്റ്റ് ചെയ്തതുപോലെ തന്നെ ലീനിയർ പെയർ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 110 ഡിഗ്രി കിട്ടി. ഇനി ഇവിടെ 145 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നർ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഇത് കണ്ടുപിടിച്ചൂടെ? രണ്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? ലീനിയർ പെയർ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ആംഗിൾ BCA എന്ന് BCA ഈക്വൽ ടു രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി. 180 മൈനസ് 145 ഡിഗ്രി ഈക്വൽ ടു 35 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 35 ഡിഗ്രി.
എന്തുകൊണ്ടാണ്? റീസൺ എന്താണ്? തീർച്ചയായിട്ടും നിങ്ങൾ റീസൺ എഴുതണം. ലീനിയർ പെയർ എന്ന് ശരിക്കും എഴുതണം കേട്ടോ ആൻസറിൽ. ഇനി ഇതേപോലെ തന്നെ ഇനി നമുക്ക് ഇവിടെ രണ്ട് ആംഗിളും നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ട് ആംഗിളും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കും, പിന്നെ ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ എ ബി സി ഈക്വൽ ടു ഈ മൂന്ന് ആംഗിളും കൂടി കൂട്ടിയാൽ സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അല്ല സോറി 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 മൈനസ് 70 ഡിഗ്രി മൈനസ് 35 ഡിഗ്രി. അപ്പം നമുക്ക് എത്ര കിട്ടും? 75 ഡിഗ്രി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 75 ഡിഗ്രി കിട്ടി. ഇനി ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിച്ചോടെ. ആംഗിൾ എഫ് ബി എ ഈക്വൽ ടു ആംഗിൾ എഫ് ബി എ ഈക്വൽ ടു 180 മൈനസ് 75 ഡിഗ്രി. 180 മൈനസ് 75 എന്ന് പറയുന്നത് ലീനിയർ പെയർ ആയ കാരണം 180 മൈനസ് 75 എന്ന് പറയുന്നത് 105 ഡിഗ്രി. ഇവിടെ എത്ര കിട്ടി? 100. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ സെയിം പ്രോബ്ലം തന്നെ. ഇതൊന്ന് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പ്രോബ്ലം കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ഈ രണ്ട് പ്രോബ്ലം കൂടി ഉണ്ട്, അത് നമുക്കൊന്ന് വേഗം ചെയ്യാം. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഫിഗറുകൾ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? ഇങ്ങനെ 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 പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയും കൂടിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 75 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 150 ഡിഗ്രി എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്റ്റെപ്പുകളൊന്നും എഴുതണില്ല, ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ഓക്കെ, സ്റ്റെപ്പുകൾ നേരത്തെ അത് റിപ്പീറ്റേഷൻ തന്നെയാണ്. ഓക്കെ, സ്റ്റെപ്പുകൾ എഴുതണില്ല, നമുക്ക് ഓരോന്നോരോന്ന് എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. ഇവിടെ 75 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. റീസൺ എന്താണ്? ലീനിയർ പെയർ. അപ്പോൾ എത്രയാണ്? 180 മൈനസ് 75, അതായത് 105 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ തന്നെ ഇവിടെ 100 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് ലീനിയർ പെയർ ആണ് അല്ലേ? രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം, അതാണ് ലീനിയർ പെയർ. അപ്പോൾ 180 മൈനസ് 100, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ 115 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ 180ൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അപ്പോൾ എത്ര? 65 ഡിഗ്രി കിട്ടി. ഇനി ഇവിടെയാണ് ഇത്തിരി കൂടി നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം, വേണമെങ്കിൽ. അത്രയേ ഉള്ളൂ. നമുക്കറിയാം ഒരു കോർഡിനേറ്ററിൻ്റെ എല്ലാ ആംഗിളും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 360 ഡിഗ്രി കിട്ടണം അല്ലേ? ഈ 360, അപ്പോൾ ഇതൊക്കെ കൂടി മൈനസ് ചെയ്താൽ പോരെ? 360 ഡിഗ്രിയിൽ നിന്ന് 100ഉം 65ഉം 75ഉം കൂടി മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? 65 പ്ലസ് 75 എന്ന് പറയുന്നത് 140 ആണ്. 140 പ്ലസ് 100 എന്ന് പറയുന്നത് 240 ഡിഗ്രി ഇപ്പോൾ തന്നെയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 240 മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോന്നും മൈനസ് ചെയ്താൽ മതി. 360 മൈനസ് 65 മൈനസ് 75 മൈനസ് 100ഉം ചെയ്താലും മതി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 120 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. ഇവിടെ 120 ഡിഗ്രി കിട്ടിയാൽ ഇവിടെ സുഖമല്ല കണ്ടുപിടിക്കാൻ. രണ്ടും കൂടി ലീനിയർ പെയർ ആണ്, അതായത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. 180 മൈനസ് 120, അതായത് 60 ഡിഗ്രി. ക്ലിയർ ആയല്ലോ? ഈസി അല്ലേ ചെയ്യാനായിട്ട്? നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇത് വേഗം എടുക്കുന്നത്, ഇത് എഴുതും വേണ്ട, അതുപോലെ ടൈമും വേസ്റ്റ് ആവില്ല. നിങ്ങൾ നമ്മുടെ ഇങ്ങനെ എഴുതി ടൈം വേസ്റ്റ് ആകേണ്ടിയിരിക്കും. ഇനി അടുത്തത് വേഗം ഒന്ന് ചെയ്യാം. അടുത്തത് ഇനി എങ്ങനെയാണ് വരുന്നത്? ഇത് എന്ന് പറയുന്നത് 95 ഡിഗ്രി വരും. ഇത് എന്ന് പറയുന്നത് 85 ഡിഗ്രി വരും. ഇത് എന്ന് പറയുന്നത് 80 ഡിഗ്രി വരും. ഇതേപോലെ തന്നെ അല്ലേ? വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നുമില്ല, സെയിം തന്നെയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേഗം ഒന്ന് ചെയ്യാം അല്ലേ? ഇവിടെ 85 ആണെങ്കിൽ ഇവിടെ എത്ര വരും? രണ്ടും കൂടി ആഡ് ചെയ്താൽ 180. അപ്പോൾ ഇവിടെ എത്ര വരും? 105 അല്ല 95 ഡിഗ്രി വരും അല്ലേ? 95 ഡിഗ്രി വരും. ഇവിടെ 95 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം, കാരണം ലീനിയർ പെയർ ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 85 ഡിഗ്രി വരും. എങ്ങനെ 85 കിട്ടിയത്? 180ൽ നിന്ന് 95 മൈനസ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ 80 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 കിട്ടണം. ഇവിടെ 80, അപ്പോൾ ഇവിടെ 100 ഡിഗ്രി.
ഇനി ഇവിടെ രണ്ടും നമുക്ക് തന്നിട്ടില്ല, ഇതും തന്നിട്ടില്ല, നമുക്ക് ഇതും തന്നിട്ടില്ല, നമുക്ക് ഇതും തന്നിട്ടില്ല, ഇല്ലല്ലോ. ഇവിടെ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ വരുന്നത് അങ്ങനെയാണ് വരുന്നത് അല്ലേ. കമ്പ്യൂട്ട് ഓൾ ആംഗിൾസ് ഓഫ് ഈച്ച് ഓഫ് ദ ഗിവൺ ബിലോ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇവിടെ എത്ര കിട്ടി? ഇവിടെ ഈ 3 ആംഗിളും കൂടി 4 ആംഗിളും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ 180 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ അല്ല ഈ ഫിഗറിൻ്റെ ഇവിടെ ഇങ്ങനെ ഇല്ല കേട്ടോ, ഇതില്ല. അപ്പോൾ 180 അല്ല, ഇത് 4 ആംഗിളും കൂടി സോറി ഈ 4 ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 360 കിട്ടണം അല്ലേ. അപ്പോൾ 360യിൽ നിന്ന് ഏതൊക്കെ മൈനസ് ചെയ്യണം? 100 മൈനസ് ചെയ്യണം, 85ഉം 85ഉം. അപ്പോൾ 85 + 85 എന്ന് പറയുന്നത് 170 ആണ് വരുന്നത്. 170 270 വരും. ഇത് 3 കൂടി ആഡ് ചെയ്താൽ 270 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് 360യിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഓക്കെ, ഇവിടെ 90 ഡിഗ്രി കിട്ടിയാൽ അല്ലേ, 4 സൈഡും വന്നിട്ടില്ല. ഇവിടെ 90 ഡിഗ്രി കിട്ടിയാൽ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ലീനിയർ പെയർ. അപ്പോൾ ഇവിടെയും എത്രയായിരിക്കും? 90. അതായത് 180യിൽ നിന്ന് 90 മൈനസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നോക്കി വേറെ 2 ആംഗിളും കൂടി ഇല്ലേ. അപ്പോൾ ഇതും ഒരു ലീനിയർ പെയർ അല്ലേ, ഇതും ലീനിയർ പെയർ അല്ലേ, ഇത് ലീനിയർ പെയർ അല്ലേ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? അഗെയിൻ 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇതും ലീനിയർ പെയർ അല്ലേ, ഇതും അല്ലേ, ഈ ആംഗിൾസ് ലീനിയർ പെയർ അല്ലേ. ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 90 ഡിഗ്രി. എങ്ങനെയാണ്? 180 മൈനസ് 90 ഡിഗ്രി. ഇവിടെ നമ്മളൊരു ഇത് വിട്ടുണ്ടായിരുന്നു, ഇത് കിട്ടിയില്ലല്ലോ നമുക്ക്. ഇവിടെ ഇത് രണ്ടോ നമ്മൾ എടുത്തോളൂ, ഇത് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 2 സംഭവങ്ങൾ ലീനിയർ പെയർ അല്ലേ. ഇവിടെ 95 ആവണമെങ്കിൽ ഇവിടെ എത്ര വരും? 180യിൽ നിന്ന് 95 നമുക്ക് മൈനസ് ചെയ്യാം. എത്ര കിട്ടും? 5 കിട്ടും. 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 85, 10 ബാലൻസ് 1 10. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 85 ഡിഗ്രി കിട്ടും അല്ലേ, 185. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായി. ഇതായാലും ലീനിയർ പെയർ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും സെയിം ആയിരിക്കും. എങ്ങനെയാണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരു ലൈൻ ഇങ്ങനെ പോയി, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആയ കാരണം കൊണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ലീനിയർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എളുപ്പമാണല്ലോ ഇത് ചെയ്യാനായിട്ട്. ഇത് ചെയ്തിട്ട് നമ്മൾ കുറേ ചെയ്തിട്ട് 2-3 പ്രോബ്ലം ആയിട്ട് ഇത് ചെയ്യണം. അത് കാരണം കൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോയത് കേട്ടോ. നമ്മുടെ അങ്ങനെ വീഡിയോയുടെ ലെങ്ത്തും നമുക്ക് കൂടി വരും. ഓക്കെ, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. റീസണുകൾ നിർബന്ധമായിട്ടും നമ്മൾ എഴുതണം. ഇനി നമുക്ക് ഈ എക്സസൈസിൽ ഒറ്റ പ്രോബ്ലം കൂടിയേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഒന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ഇൻ എ ട്രയാങ്കിൾ, ഇൻ എനി ട്രയാങ്കിൾ, outer angle at a vertex is equal to the sum of the inner angles at the other 2 vertices. അതായത് ഇൻ എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൽ, ഓക്കെ, ഔട്ടർ ആംഗിൾ. അപ്പോൾ ഏത് ഔട്ടർ ആംഗിളും വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെയാണ് ഒരു ഔട്ടർ ആംഗിൾ വരച്ചിരിക്കുന്നത്. ഞാൻ ഇതിന് പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്തു. ഇതിന് E എന്നും കൊടുത്തു. ഔട്ടർ ആംഗിൾ അറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ലൈനും കൂടി കൂട്ടിമുട്ടുന്നതിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുക. അതുപോലെ ഇതൊരു വെർട്ടെക്സ് ആണ്, ഇതും ഒരു വെർട്ടെക്സ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ്, ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് അറ്റ് ദി അതർ 2 വെർട്ടെക്സസ്. ഈ ഔട്ടർ ആംഗിളിലുള്ള ഇത് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾ ഓഫ് അതർ 2 വെർട്ടെക്സ്. അതർ 2 വെർട്ടെക്സസ് എന്ന് പറയുന്നത് ഈ വെർട്ടെക്സും ഈ വെർട്ടെക്സും. ഇതിൻ്റെ ഇന്നർ ആംഗിൾസ് കൂടി കൂടുന്നതാണ്. ഇതിൻ്റെ ഇന്നർ ആംഗിൾസും കൂടി ഇതിൻ്റെ സമ്മാണ് ഇത് എന്നാണ് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? ഒരു വെർട്ടെക്സിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് 2 വെർട്ടെക്സ്, ഇതല്ലാതെ മറ്റ് 2 വെർട്ടെക്സിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കേസിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ACE ആണ് നമ്മുടെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇന്നർ ആംഗിളിൻ്റെ സമ്മാണ്. അതായത്
ആംഗിൾ എ ബി സിയുടെയും പ്ലസ് ആംഗിൾ ബി എ സിയുടെയും സമ്മാണ്. ആംഗിൾ ബി എ സിയുടെയും സമ്മാണെന്നാണ് കണ്ടത്. അതായത് എ ബി സി എന്ന് പറയുമ്പോൾ ഈ ആംഗിളും ബി എ സി എന്ന് പറയുന്നത് ഈ ആംഗിളും കൂടി കൂട്ടിയത് ഇത് ഈക്വൽ ആണെന്നാണ് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇതെന്ന് പറയുന്നത്, ഈ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എ സി ആണല്ലോ. അപ്പോൾ ആംഗിൾ എ സി ഇ ഈക്വൽ ടു ഈ ആംഗിൾ എ സി എന്ന് പറയും ആംഗിൾ എ സിയും പ്ലസ് ആംഗിൾ ബി സി എ, അതായത് ഈ ബി സി എ ഈ ആംഗിൾ ബി സി എ ഈക്വൽ ടു 180 ഡിഗ്രി. കറക്റ്റ് അല്ലേ? ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് അതാണ്. എന്താണ്? ഇവര് ലീനിയർ പെയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലീനിയർ പെയർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താണ് നമുക്ക് അറിയാം. അതപ്പോൾ നമ്മൾ ഇത് കിട്ടി. ഇനി നമുക്ക് ഇതൊരു ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ എല്ലാ ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. റീസൺ എന്താണ്? സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്ന് എഴുതാം. ആംഗിൾ എ ബി സി, അതായത് ഈ ആംഗിൾ പ്ലസ് ആംഗിൾ സി എ ബി പ്ലസ് ആംഗിൾ സി എ ബി പ്ലസ് ആംഗിൾ ബി സി എ. ഏതൊക്കെയാണ്? ആംഗിൾ ബിയും ആംഗിൾ എയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. എന്താണ് നമ്മുടെ റീസൺ എന്ന് പറയുന്നത്? സം ഓഫ് ഓൾ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പം ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇതിനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്നും കൊടുക്കാം. അപ്പം നമുക്ക് എന്താണ്? രണ്ടും ഈക്വൽ ടു 180 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇത് രണ്ടും ഈക്വൽ ആവുമല്ലോ. അപ്പം നമുക്ക് അങ്ങനെ എഴുതിയൂടെ? എങ്ങനെ എഴുതാൻ പറ്റും? ഇത് ആദ്യം തന്നെ എഴുതാം. ആംഗിൾ എ സി ഇ പ്ലസ് ആംഗിൾ ബി സി എ ഈക്വൽ ടു, ഇത് അതുപോലെ തന്നെ എഴുതാം. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി എ ബി പ്ലസ് ആംഗിൾ ബി സി എ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അതുപോലെ തന്നെ എഴുതി. കാരണം രണ്ടും ഈക്വൽ ടു 180 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇവിടെയും ഒരു ബി സി എ ഉണ്ട്, ഇവിടെയും ഒരു ആംഗിൾ ബി സി എ ഉണ്ട്. ഒരു ബി സി എനെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ എ സി ഇ ഈക്വൽ ടു, ഇത് അതുപോലെ തന്നെ എഴുതാം. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി എ ബി പ്ലസ് ആംഗിൾ ബി സി എ. ഇനി ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു പ്ലസ് ആണുള്ളത്, ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് ആംഗിൾ ബി സി എ അല്ലേ? ഒരു പ്ലസും ഒരു മൈനസും വന്നപ്പോൾ ആംഗിൾ ബി സി എ ഇവിടെ 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ആംഗിൾ ബി സി എ എന്തായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാലൻസ് എന്താ ഉള്ളത്? ആംഗിൾ എ സി ഈക്വൽ ടു ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി എ ബി. കറക്റ്റ് അല്ല പറഞ്ഞത്? ആംഗിൾ എ സി ഈക്വൽ ടു ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ബി എ സി ആയാലും സി എ ബി ആയാലും സെയിം തന്നെ. ഓക്കെ, ആംഗിൾ ബി എ സി കിട്ടിയില്ലേ? നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ഇതല്ല നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കുകളും ഉണ്ടായിരിക്കണം, കമൻറ്റുകളും മറക്കാതെ അറിയിക്കണം. അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.